ആധുനിക നിലവാരത്തിലും കേരളീയ പൈതൃകം നിലനിർത്തിയും പുതുക്കി പണിയുന്ന തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടും. 1 മാസത്തിനുള്ളിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂരിഭാഗം ഭാഗങ്ങളും പൊളിച്ച ശേഷം പുനർനിർമ്മിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ചരിത്ര പശ്ചാത്തലമുള്ള ഭാഗങ്ങൾ നിലനിർത്തിയേക്കും. രൂപരേഖയിൽ തീരുമാനമായതോടെയാണ് എത്രയും വേഗം നിർമ്മാണ നടപടികളിലേക്ക് കടക്കാനും വഴിയൊരുങ്ങിയത്. സാംസ്കാരിക നഗരത്തിന്റെ പ്രൗഢി ചോരാത്ത വിധത്തിലുള്ള വികസനത്തിനായുള്ള പദ്ധതി മുൻപ് അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും കെട്ടിടത്തിന്റെ രൂപരേഖയിൽ തീരുമാനമായിരുന്നില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർദ്ദേശിച്ച ചില മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ട് കളക്ടറും ജനപ്രതിനിധികളും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് കഴിഞ്ഞ ദിവസം അന്തിമ തീരുമാനമായത്. സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ ഒന്നായ തൃശൂർ വരുമാനത്തിന്റെ കാര്യത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും മുന്നിൽ തന്നെയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ നിർവഹിച്ചിരുന്നു. സാംസ്കാരിക നഗരത്തിന്റെ പ്രൗഢി ചോരാത്ത വിധത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ധാരണയായിരുന്നു. ആരാധനാലയങ്ങളുടെ നാടുകൂടിയായ തൃശൂരിൽ പൈതൃകവും ആധുനികതയും സംയോജിപ്പിക്കുന്ന വിധത്തിലുള്ള സ്റ്റേഷൻ കെട്ടിടമാണ് നിലവിൽ വരിക. മൊത്തം 390.53 കോടി രൂപ ചെലവഴിക്കുന്നതാണ് പദ്ധതി. രാജ്യത്ത് മറ്റു ചില നഗരങ്ങളിലും വിമാനത്താവളങ്ങൾക്ക് സമാനമായി നിർമ്മിച്ച സ്റ്റേഷനുകളുടെ മാതൃക തന്നെയാണ് ഇവിടെയും പിന്തുടരുക. വരാനും പോകാനും വ്യത്യസ്ത കവാടങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മൊത്തം 3 നിലകളിലാണ്. താഴത്തെ നില പാർക്കിംഗ് അടക്കം വാഹനങ്ങൾ വന്നു പോകാനാണ്. 2ാം നിലയിലാണ് ടിക്കറ്റ് കൗണ്ടറും മറ്റും സജ്ജമാക്കുക. കൂടാതെ മൾട്ടി ലെവൽ പാർക്കിംഗ്, ജീവനക്കാർക്കുള്ള ഫ്ളാറ്റുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായുണ്ട്. അടുത്ത 100 വർഷത്തെ ആവശ്യം മുൻകൂട്ടി കണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. ഒപ്പം മികച്ച ഹോട്ടൽ കൂടി പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് സൂചന. 4 പ്ലാറ്റ്ഫോമുകളുള്ള സ്റ്റേഷനിൽ മറ്റൊരു പ്ലാറ്റ്ഫോം കൂടി ഒരുക്കാനും പദ്ധതിയുണ്ട്. രൂപരേഖയിൽ ഏകദേശം തീരുമാനമായതോടെ എത്രയും വേഗം നിർമ്മാണ നടപടികളിലേക്ക് കടന്നേക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, മേയർ MK വർഗീസ്, തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ഡോക്ടർ മനീഷ് തപ്ലയാൽ, സ്റ്റേഷന്റെ നിർമ്മാണ ചുമതലയുള്ള ദക്ഷിണ റെയിൽവേ കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്കറിയ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരം ചോർന്നൊലിച്ച സംഭവത്തിലും നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പ് നൽകി. ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ തന്നിട്ടില്ല. പകരം താൻ റിപ്പോർട്ട് നൽകുമെന്നും വിഷയം ക്യാബിനറ്റിൽ അവതരിപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം രാജ്യമല്ലല്ലോ എന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു. തെക്കേ ഗോപുരനട ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്നാണ് നടപടി. കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടക്കാത്തതുകൊണ്ട് മഴക്കാലത്ത് ചോർന്നൊലിക്കുകയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരം. 3 നിലകളായുള്ള ഗോപുരത്തിന്റെ അടിഭാഗം വരെ വെള്ളം വീഴുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവുമുണ്ട്. പകരം സംഭവത്തിന്റെ ഗൌരവം പുറത്തറിയിച്ച താൽക്കാലിക ജീവനക്കാർക്കെതിരെയായിരുന്നു ഉദ്യോഗസ്ഥരുടെ നടപടി. പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സോണൽ ഉദ്യോഗസ്ഥനെ നേരിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ തനിക്ക് ഇതുവരെയും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നും പകരം താൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.